ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് വത്തിക്കാൻ സിറ്റിയിലേക്കാണ്. വത്തിക്കാൻ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാജ്യമാണ്. വെറും 44 ഹെക്ടർ മാത്രമാണ് അതിൻ്റെ വലിപ്പമുള്ളൂ. എന്നാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരത്തെക്കാളൊക്കെ ഏറ്റവും അധികം കലയും സംസ്കാരവും ആത്മീയതയൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് വത്തിക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ദേവാലയം കാണാം. മനോഹരമാണല്ലേ. അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വലിയ തൂണുകളുണ്ട്. വലിയ തൂണുകളിൻ്റെ മുകളിൽ പ്രതിമകൾ നമുക്ക് കാണാം. അത് പ്രധാനമായിട്ടും സെയിൻസിൻ്റെയും മാർട്ടേഴ്സ് ആയിട്ടുള്ളവരുടെയും പാപ്പമാരുടെയും അതുപോലെ ചില റിലീജിയസ് ഓർഡേഴ്സ് ഒക്കെ ഫൗണ്ട് ചെയ്ത വ്യക്തികളുടെയൊക്കെയാണ്. ഏകദേശം 1650-നും 1700-നും ഇടയിലൊക്കെ ആയിട്ടാണ് ഈ പ്രതിമകളെല്ലാം തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണല്ലേ. ഈ പ്രതിമകളിൽ നമുക്ക് തന്നെ സുപരിചിതരായിട്ടുള്ള സെയിൻസിൻ്റെ, അതായത് സെയിൻറ്റ് അഗസ്റ്റിൻ, സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി, സെയിൻറ്റ് ക്ലാര, എല്ലാവരുടെയും പ്രതിമകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുമേ. റോമിലായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. അന്ന് രാത്രി റോമിൽ വിശ്രമിച്ചതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് യാത്രയായി. ഇറ്റലിയിലെ റോഡുകളെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇരുവശങ്ങളിലും പ്രധാനമായിട്ടും ഗ്രീനറി തന്നെയാണ്. അതിൽ കൂടുതലും മരങ്ങളും ചെടികളും ഒക്കെ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. നല്ല രീതിയിലൊക്കെ വെട്ടിയൊരുക്കി ചെയ്യുന്ന സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക. അതിനോടൊപ്പം ചേർന്ന് തന്നെ ആദ്യകാലങ്ങളിലെ പാലങ്ങളും പഴയ കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആദ്യമായിട്ട് ഞങ്ങൾ പോയത് വത്തിക്കാൻ മ്യൂസിയത്തിലാണ്. വത്തിക്കാൻ മ്യൂസിയത്തിൽ കയറാൻ നേരത്ത് വളരെ വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. വളരെ തിരക്കുണ്ടായിരുന്നു ഉള്ളിലേക്ക് കയറാനായിട്ട്. ഉള്ളിലേക്ക് കയറിയാൽ ഉടൻ തന്നെ ഇറ്റലിയുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ പാരമ്പര്യത്തെയൊക്കെ വിളിച്ചിരുന്ന രീതിയിലുള്ള കലാരൂപങ്ങളും കലാസൃഷ്ടികളും എല്ലാം അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വത്തിക്കാൻ മ്യൂസിയത്തിലേക്ക് വരുമ്പോൾ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ള ഏകദേശം 70,000-ഓളം വരുന്ന കലാസൃഷ്ടികൾ തന്നെയാണ്. ഓരോ കലാസൃഷ്ടികളും അതിൻ്റേതായ ബ്യൂട്ടി വളരെ ഡിഫറെൻ്റ് ആണ്. അതിൻ്റേതായ രീതിയിലുള്ള യുണീക്കായിട്ടുള്ള ഒരു ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കടന്നു പോകുന്നവർക്ക് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും അതിനകത്തുണ്ട്. വത്തിക്കാൻ മ്യൂസിയത്തിൽ എപ്പോഴും തിരക്കാണ്. ഏകദേശം 6.8 മില്യൺ ആൾക്കാരാണ് 2023-ലും 2024-ലും ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം, ഇവിടെ വരുന്നവരെല്ലാം തന്നെ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് കാണാനായിട്ട് സാധിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നിർമ്മാണ സമയത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും പേര് കേട്ട ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കലാരൂപങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ഒരു ആർട്ടിസ്റ്റിക് മാസ്റ്റർ പീസ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. പ്രധാനമായിട്ടും തിയോളജിക്കൽ ട്രൂത്തുകൾ, അതുപോലെ ചർച്ചിൻ്റെ ട്രഡീഷൻസ്, ബിബ്ലിക്കൽ ഹിസ്റ്ററി, അതുപോലെ പേപ്പൽ അതോറിറ്റി, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ആർട്ടിലൂടെ പോർട്രേ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ വിശുദ്ധരുടെ ജീവിത കഥകൾ പറയുന്ന ചിത്രങ്ങൾ നമുക്കിവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു വശത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വത്തിക്കാൻ സിറ്റിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ പാതി വഴി പിന്നിട്ട് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒത്തിരി പേര് വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ വത്തിക്കാൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഡോമിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അവിടെ നിന്നുള്ളത്. ഞങ്ങളിപ്പോൾ വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ മറ്റൊരു വശത്തേക്ക് എത്തി. അവിടെ നമുക്ക് കാണാൻ പറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ഏഞ്ചലിൻ്റെ പ്രതിമ ഭാഗികമായിട്ട് ചെറുതായിട്ട് തകരാറ് സംഭവിച്ചിരിക്കുന്നതാണ്.
ആ പഴയതായതുകൊണ്ട് തന്നെ അവരിപ്പോഴും അത് നിലനിർത്തിയിട്ടുണ്ട്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. വിശുദ്ധരുടെയും ഒക്കെ ഒത്തിരി ഇമേജസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടിട്ട് ഒത്തിരി എക്സൈറ്റ്മെന്റ് വന്നിട്ടുണ്ടോ? ഐ എം സോ മച്ച് അമേസ്ഡ് വിത്ത് ദിസ് പിക്ചർ. എത്ര മനോഹരമായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ബൈബിളിലെ ആ ഒരു ചരിത്രവും സഭയുടെ ചരിത്രവും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ കോർത്തിണക്കിയിട്ട് ഒറ്റ പിക്ചറിലേക്ക് എല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മ്യൂസിയത്തിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ ഭിത്തികളിലും അതുപോലെ ഡോമിലെല്ലാം തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റിക് വർക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേയൊക്കെ ഗോൾഡ് കൊണ്ടും ഗോൾഡൻ കളറിലൊക്കെ പെയിന്റ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പോയത് സിസ്റ്റീൻ ചാപ്പലിലേക്കാണ്. സിസ്റ്റീൻ ചാപ്പലിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഞാനത് പറയുന്നതിന് മുമ്പ് അതിലേക്ക് പോകുന്ന വഴി തന്നെ വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് രക്ഷാകര ചരിത്രത്തിലെ തന്നെ സംഭവങ്ങളെല്ലാം തന്നെ മനോഹരമായിട്ട് അവർ ഭിത്തിയിൽ വരച്ച് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. സിസ്റ്റീൻ ചാപ്പലിൻ്റെ അത്ഭുത കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധനായ മൈക്കലാഞ്ചലോയുടെ ഏറ്റവും പ്രസിദ്ധമായ ചിത്രങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അത് കാണിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടും ആദാമിൻ്റെ സൃഷ്ടിയും അതുപോലെ അവസാനത്തെ വിധിയൊക്കെ മനോഹരമായിട്ട് അദ്ദേഹം വരച്ചു വെച്ചിരിക്കുകയാണ്. വത്തിക്കാൻ മ്യൂസിയത്തിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉൾഭാഗത്തേക്ക് കടക്കാനായിട്ട് ഞങ്ങളൊന്ന് ക്യൂ നിൽക്കുന്നതാണ്. ഇവിടെ ഒത്തിരി പേരുള്ളത് കൊണ്ട് തന്നെ ക്യൂവിൽ നിന്ന് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റുക. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കയറാനായിട്ട് കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടത് ഒരു പക്ഷേ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് തോന്നി. കാരണം ചിത്രങ്ങളിലും വീഡിയോകളിലും മാത്രം കണ്ടിട്ടുള്ള ഒരു ദേവാലയത്തിൻ്റെ ഒരു ബ്യൂട്ടി ശരിക്കും ഞങ്ങൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റി. അതിന് മുകളിലായിട്ട് ഈശോയുടെ സ്റ്റാച്ചുവിനൊപ്പം തന്നെ ബാക്കി 12 ശിഷ്യന്മാരുടെ സ്റ്റാച്ചു ഉണ്ട്. ജൂദാസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മത്തിയാസിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഉള്ളത്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിൽ കയറിയ ഒരു അനുഭവം ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആളുകൾ എന്തെല്ലാം തന്നെ വേറൊരു എക്സ്പീരിയൻസിൽ നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ എത്രമാത്രം ത്രില്ലിങ്ങിലാണോ ഉള്ളത് അത്രയും തന്നെയാണ് അവിടെ കടന്നു വരുന്നത് ഓരോരുത്തരുടെയും ഒരു സിറ്റുവേഷൻ. ആരെയും അതിശയിപ്പിക്കുന്നതാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അൾത്താര. ശരിക്കും ഇന്നേ വരെ കണ്ണുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള രംഗം ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ബ്യൂട്ടിഫുൾ ആണ്. കുറച്ച് സമയം അതിനെയൊക്കെ ഒന്ന് കാണാനും ഒന്ന് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് എടുത്തു. അതുപോലെ തന്നെ എൻ്റെ അൾത്താര ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും ഏറ്റവും സീക്രഡായിട്ട് കാണുന്ന ഒന്നാണ്. അത് ശരിക്കും അൾത്താര രൂപം കൊള്ളുന്നത് സെയിൻറ്റ് പീറ്ററിൻ്റെ ടോംബിന് മുകളിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഏകദേശം 120ഓളം വർഷം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് കാണാൻ സാധിക്കും ഇത്രയധികം ആർട്ട് വർക്കുകൾ, ഡിസൈൻസ്, സ്കൾപ്ചേഴ്സ്, അതുപോലെ തന്നെ ഏഞ്ചലിൻ്റെ സ്റ്റാച്യൂസ്, ഭിത്തികളിൽ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ രംഗങ്ങൾ, ഇതെല്ലാം ചെയ്യാനായിട്ട് ഇത്രയും വർഷം എടുത്തു എന്ന് പറയുന്നതിൽ അതിശയമൊന്നുമില്ല അല്ലേ. അത്രയധികം കാര്യങ്ങൾ ഈ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ദേവാലയത്തിനുള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് വത്തിക്കാനിൽ വരിക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിട്ട് ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാണ്. ജോൺ പോളിനെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. സെയിൻറ്റ് ജോൺ പോൾ സെക്കൻഡിൻ്റെ ടോമിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനും അവിടെ ഇരുന്ന് പിക്ചറുകൾ എടുക്കാനൊക്കെ ഉണ്ടാകും. ബസിലിക്കയുടെ മെയിൻ എൻട്രൻസിൽ നിന്നുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഏരിയ ആണ് ഈ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്നുള്ള ഒരു ഏരിയ. ഒത്തിരി അധികം ആളുകൾക്ക് ഒരുമിച്ച് വന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ബസിലിക്കയുടെ ഒരു ഔട്ടർ വ്യൂ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. നോക്കിയേ, എത്ര വലിയ പില്ലറുകളിലാണല്ലോ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഒരു ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് അത് മതിയായില്ല. ഞങ്ങൾ വീണ്ടും രാത്രി ഞങ്ങൾക്ക് വീണ്ടും സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് വരാൻ പറ്റി. അവിടെ വന്നതിന് ശേഷം സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്നുകൊണ്ടുള്ള വീണ്ടും ഞങ്ങൾ എടുത്ത പിക്ചറുകളും വീഡിയോകളുമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഒരു രാത്രിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്.